ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് ക്ലാസ്സില്ല. ഇനി കുറച്ച് ദിവസം അവർ വീട്ടിലുണ്ടാവും. പക്ഷേ വിചാരിച്ച ബഹളവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇന്ന് എന്തൊക്കെയാണ് പുകിലുണ്ടാവുക എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചും ചാക്കോച്ചനും ഒരു സെറ്റാണെങ്കിലും തോമും പാച്ചും കൂടിച്ച് വേറൊരു സ്റ്റൈലാണ്. ഒരു സംസാരവും വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള കളികളാണ് കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവർ രണ്ടുപേരും ചാക്കോച്ചനെ നോക്കും. അങ്ങനെയുള്ള ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ആ വല്ലാണ്ടുള്ള ബഹളം ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു, എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസം എന്ന്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം വളരെ ശാന്തമായിട്ട് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കാണുമ്പോൾ എന്തുട്ടാണാവോ എന്ന് വിചാരിക്കേണ്ട, ഡമ്മി ഫോണാണ്. വേണൂസിൽ നിന്ന് എപ്പോൾ പോയാലും കുട്ടികൾക്ക് ഓരോ ഡമ്മി ഫോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് അവരുടെ കയ്യിൽ മെയിനായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ അപ്പാപ്പനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അപ്പാപ്പനോട് പറഞ്ഞു, നമ്മളിങ്ങനെ വെച്ചാൽ ഒരു നോട്ടം ഉണ്ടാവണത് എപ്പോഴും നല്ലതാണല്ലോ. അവരിങ്ങനെ ഒറ്റയ്ക്ക് കളിക്കായാലും നമ്മളൊരാളുണ്ടാവും എന്തെങ്കിലും അപകടം പിടിച്ച് വരുത്തണ്ട വെച്ചിട്ട്. പിന്നെ ഇവർക്ക് കണ്ണ് തെറ്റിയ ഈ വെള്ളത്തിൽ കളിക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ നോക്കി നിൽക്കണം. അപ്പോൾ ഇന്ന് കുട്ടികൾ ഡിവൈനിൽ നിന്ന് പരിക്കുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. എണീക്കാനായിട്ട് കുറച്ച് ലേറ്റ്. പക്ഷേ ഇങ്ങനെയുള്ള ദിവസമാണല്ലോ നമ്മളുടെ പിള്ളേർസ് ആദ്യം എണീക്കുക. അപ്പോൾ ഇന്ന് ശരിക്കും കുട്ടികൾക്ക് സ്കൂളിലേക്കൊന്നും പോകണ്ട, അപ്പോൾ സമാധാനത്തിൽ എണീറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ കിടന്നത്. പക്ഷേ ചാക്കോച്ചൻ പുലർച്ചെ എണീറ്റ്, തോമും അതിനേക്കാളും നേരത്തെ എണീറ്റ് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. അതുപോലെ തന്നെ പാച്ചുട്ടനും ഇറങ്ങി. അപ്പം എനിക്കും ഈ പറഞ്ഞോണം എന്താണെന്ന് അറിഞ്ഞൂടാ, നേരത്തോടെ ഞാനും എണീറ്റു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതെല്ലാവരും കഴിച്ച് എന്താ പറയുക, ഒക്കെ അവരവരുടെ കാര്യങ്ങളിലേക്ക് കടന്നു പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് എന്തോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചായിരുന്നു മുമ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. വേറെ ഒന്നുമില്ല, ഞാൻ ചെയ്യുന്നത് പഞ്ചസാര ആദ്യം പൊടിക്കും. ഇത്തിരി ഇതിട്ടിട്ട് ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊടിക്കും മിക്സിയിൽ. അതിലേക്ക് മുട്ട ഇട്ടിട്ട് നന്നായിട്ട് ഇതായതിന് ശേഷം നമ്മൾ ആ പാല് മിക്സിയിൽ ഒഴിക്കുകയാണെങ്കിൽ മിക്സിയിൽ ഒഴിക്കുക, അല്ലെങ്കിൽ പാലിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. മുട്ട അടിക്കുമ്പോഴത്തെ ആ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പാക്കിങ്ങിൻ്റെ സമയമാണ് ആദ്യത്തെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കണ്ടറിയാം എൻ്റെ ഓരോ ഇൻ്റർവെല്ലായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ കുറേ പേര് എന്നോട് പറഞ്ഞു, ആൻറ്റിയുടെ ഒരു ദിവസത്തെ ഒരു പരിപാടികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വെറുതെ ഇരിക്കാൻ തോന്നാറില്ല എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾ ചെറുപ്പം കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ള സമയം ഉറങ്ങിയും വർത്തമാനം പറഞ്ഞും ഫോണിലും കഴിക്കാണ്ട് നമ്മൾ താമസിക്കുന്ന വീടും നമ്മുടെ പരിസരമൊക്കെ ഏറ്റവും വൃത്തിയാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത് വരുമ്പോൾ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമുള്ള പണിയെന്നല്ല പറഞ്ഞത്. നമുക്ക് പറ്റാവുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും. നമുക്കിഷ്ടമുള്ള പണികൾ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിൽ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏതാണെന്നൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ പണികളിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ വന്ന് നോക്കിയപ്പോൾ ചാക്കോച്ചൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, പാവം. അങ്ങനെ തല ചായച്ച് വെച്ച് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇത് നമ്മുടെ ഡിംപിൾ കുറച്ച് ഐറ്റംസ് വരുത്തിയിട്ടുള്ളതാണ് കേട്ടോ. മാമകർത്തിൻ്റെ ഞാൻ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ നേരത്താണ് നമ്മുടെ പാച്ചൂട്ടനെ ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ടി വിയിൽ അവൻ്റെ ബാപ്റ്റിസത്തിൻ്റെ ആണാവോ ഫസ്റ്റ് ബർത്ത്ഡേഡിനാവോ. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ ജനിച്ച അന്ന് തൊട്ടുള്ള വീഡിയോസാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അവനാദ്യമൊന്നും മനസ്സിലായില്ല അവനെ കണ്ടിട്ട്, കാരണം കുഞ്ഞു ബേബിയല്ലേ. അപ്പോൾ അവനാദ്യം കുറേയൊക്കെ നെറ്റിച്ചുളിച്ച് നോക്കി. പിന്നെ അവൻ വലുതായി വന്നപ്പോൾ തൊട്ട് അവന് മനസ്സിലായി അത് അവനാണെന്ന്. അപ്പോൾ പിന്നെ ഒപ്പം കണ്ട് ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വൈറ്റ് ഗോൾഡിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ എടുത്തൊരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം കുട്ടികൾക്ക് ഇത് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല എന്നൊരു പരാതി പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇടയിൽ ഇന്നും കൂടി കാണിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ സ്റ്റാറ്റസും ഇന്നിട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇതിന്ന് എടുത്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ മണിമാലയാണ്, ഇടവിട്ടിട്ടുള്ള ഇത്. ഇപ്പോൾ ഇന്നലെ 2-3 ദിവസം കൊണ്ട് കുറേ അത് പോയിട്ടോ. അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗി, കിട്ടിയവരൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് ആൻറ്റി എന്ന് പറയുമ്പോൾ നമുക്കും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതൊക്കെ
അങ്ങനെയുള്ള മാലകളും പിന്നെ പേളിൻ്റെ മാല അങ്ങനെ ഇത് വൈറ്റ് ഗോൾഡാണ് കേട്ടോ. ഇതിൽ തന്നെ പേളുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പേളാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ തീപ്പെട്ടിക്കൊള്ളി പോലത്തെ അതായത് ഈ കട്ടയുള്ളതിൽ ഒരു 3-4 പാറ്റേൺ ഉണ്ട് കേട്ടോ. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന അതേ സാധനം തന്നെയാണ് നമ്മളുടെ കയ്യിലുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് 3-4 പാറ്റേൺ ഉണ്ട് ഇത്. അപ്പോൾ അങ്ങനെ ഈ വക സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഞാൻ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ എന്നും പറയണ പോലെ പാദസരം ഉണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, 6 പിടിയുണ്ട്, 8 പിടിയുണ്ട്, 10 പിടി അങ്ങനെ കാര്യമായിട്ടത് ഇല്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വൈറ്റ് ഗോൾഡിൻ്റെ സെക്ഷൻ ബ്രേസ്ലെറ്റ് ഈ പറഞ്ഞ പോലെ കണ്ടമാനം കുട്ടികളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കറക്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിങ്ങാണ് വൈറ്റ് ഗോൾഡ്. അപ്പോൾ ഈ മാല ആയാലും അതെ, പാദസരം ആയാലും അതെ, ഇതിൻ്റെ ഗോൾഡിൻ്റെ പാദസരമാണ് ഡിമ്പിളിൻ്റെ സെയിം ഡിസൈൻ. ഇതല്ല മറ്റേ ഇങ്ങനെ പിടിയായിട്ടുള്ളത്. ഇത് തന്നെ ബ്രേസ്ലെറ്റും ഡിമ്പിളുടെ കൈമ നോക്കിയാൽ കാണാം. എനിക്ക് തോന്നുന്നു ആഷിഡി ഇങ്ങനെ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഗോൾഡിൻ്റെ പണിയാണ്. അതുപോലെ നിങ്ങൾക്ക് പാദസരം ആദ്യമായിട്ട് ഇടാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ എനിക്കിടണം എന്ന് തോന്നിയവർ, അല്ലെങ്കിൽ കല്യാണമായിട്ട് സ്വർണ്ണം എടുക്കാൻ പറ്റാണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിയിടാം. കാരണം ഒരു കറുപ്പ് വരി അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളുടെ ഐറ്റംസിന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഉച്ചകാലത്തെ പരിപാടികൾ ഒന്നൊന്നായിട്ട് അവസാനിച്ച് തുടങ്ങി. കുട്ടികളാണ് ഇന്ന് കിച്ചണിൽ കയറിയത്. അപ്പോൾ ഞാനിന്ന് കറികളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ ഇന്നലെ ഇത് പായസം വെച്ചതാണ് ഞാൻ കേട്ടോ. അടപ്രഥമൻ പാലട വെച്ചതാണ്. പക്ഷേ വിചാരിച്ചത്ര റെഡിമെയ്ഡാണ്. ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല. പക്ഷേ അത്ര വലിയ ഗുണമില്ല കേട്ടോ. ഞാൻ സാധാരണ നിറപറയുടെയൊക്കെയാണ് യൂസ് ചെയ്യുക, അതാണ് നല്ലത്. അപ്പം ഞാൻ കുറച്ച് പഴങ്കഞ്ഞി കണ്ടോ, പഴങ്കഞ്ഞി എടുത്തു. പഴഞ്ചോറ് എന്ന് പറയാം. ഞാൻ ഇത്തിരി വെള്ളം കുറച്ചെടുത്തത്, തൈരൊക്കെ ഇട്ട് ഡിവൈനും കുറച്ച് ഉണ്ടാക്കി. അത് ഞങ്ങൾ 2 പേരും പഴങ്കഞ്ഞി കഴിച്ചിട്ട്. അപ്പോൾ ഡിവൈൻ എങ്ങനെ വെച്ചാൽ തൊണ്ടയ്ക്കൊരു ഇതുള്ളത് കൊണ്ട് ആൾക്ക് ഇത് കഴിച്ചപ്പോൾ ഒരു സുഖം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നല്ല തണുവല്ലേ. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു. ഡിമ്പിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ് കഴിക്കൽ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് പപ്പടത്തിൽ പായസം ഒഴിച്ച് പപ്പടം കൂട്ടി തിന്നുക. പഴം ഉണ്ടെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ പാലടയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വിചാരിച്ചത്ര ഇതുവരെ ഉണ്ടാക്കിയതിലേക്ക് ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള ഒരു കൂട്ടായിരുന്നു. റെഡി ടു മിക്സാണ്. പക്ഷേ എന്തോ എനിക്കത് ഒരു ഇഷ്ടമായില്ല, മനസ്സിനൊരു തൃപ്തി ആയില്ല പായസം കേട്ടോ. എന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. പക്ഷേ ടെക്സ്ചറിലൊരു ചെറിയൊരു വ്യത്യാസം. അടയൊക്കെ ഇങ്ങനെ വളരെ ഇങ്ങനെ എന്താ പറയുക, ഒരു സുഖമില്ലാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡിമ്പിൾ മറ്റേ രാത്രിയിലേക്കുള്ള പരിപാടികളിലേക്ക് കടന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി എല്ലാവരും. ഇന്ന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു സംഭവം അതാണ്. എല്ലാവരും സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം തുണികളൊക്കെ എടുത്ത്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ 3 ആളും 3 ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കണ കാരണം എല്ലാവർക്കും അവരവരുടേതായ തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. പിള്ളേർ അപ്പാപ്പൻ്റെ പിന്നാലെ നടന്നു. പിന്നെ പിള്ളേരും ഈ പറഞ്ഞ പോലെ നല്ലോണം ഉറങ്ങി. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഉറങ്ങി. ഡോൺ ഒഴിച്ച് വേറെ ഞങ്ങളെല്ലാവരും ഉറങ്ങി. അപ്പോൾ ഞാൻ ഡോൺ ഇന്ന് വന്നപ്പോൾ പറയായിരുന്നു നമ്മൾക്ക് ഇന്ന് സിനിമയൊക്കെ കണ്ടിരിക്കുക. പറഞ്ഞപ്പോഴാണ് ഡോൺ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് ഓർത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് സിനിമ പരിപാടി പിന്നേക്ക് വെച്ചു. അപ്പോൾ ഇവളൊരു പ്രത്യേക തരം കോളിഫ്ലവർ കൊണ്ട് ഒരു പ്രത്യേക തരം കറി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചപ്പാത്തിക്ക് പറ്റിയ ഒരു കറിയായിരുന്നു. പിന്നെ നമ്മുടെ ബേബി കോണൊക്കെ വെച്ചിട്ടൊരു സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഡിവൈൻ്റെ ഡിവൈൻ നല്ല കോട്ടയം മറ്റേ വറുത്ത മാങ്ങയുടെ ഒരു അച്ചാർ, നല്ല ടേസ്റ്റ് കേട്ടോ. അത് ശരിക്കും എടുത്ത് വെച്ച് കാലങ്ങളോളം എടുത്ത് വെക്കാവുന്ന ഒരു ഐറ്റമാണ്. ഞാനപ്പോൾ 2 ദിവസം മുമ്പ് യൂട്യൂബിൽ കാണുകയും ചെയ്തു. ഞാനത് പറയുമ്പോഴേക്കും ഡിവൈൻ ഓൾറെഡി ഉണ്ടാക്കിയത്. കാരണം ഞാൻ ഉദ്ദേശിച്ച സംഭവം തന്നെയായിരുന്നു അത്. അപ്പോൾ ഈ പേളിൻ്റെ മാല അത് കൊണ്ടുപോയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അതിൻ്റെ തന്നെ സ്റ്റഡ് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റഡിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള ഒരു മാലയും സ്റ്റഡ് സെപ്പറേറ്റ് ആണ് കേട്ടോ. പക്ഷേ മാല നല്ലതാണ്. ഇത് തന്നെ വേറൊരു പാറ്റേണും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പേളിൻ്റെ ഒരു സെറ്റ്. ഇത് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചതിരിഞ്ഞ് ഒരു 6-6:30 നമ്മൾ കൊറിയർ ചെയ്യും. അതിലേക്കുള്ള സാധനങ്ങളാണ്. ഇത് ആൻറ്റിക്കിൻ്റെ വള. ഇതിൻ്റെ തന്നെ കുറേ തരം ഞാനിപ്പോൾ സ്റ്റാറ്റസിലിട്ടുണ്ട്. കുട്ടി ലോക്കറ്റുകൾ വന്നിട്ടുണ്ട്. ഈ പേസ്റ്റൽ കളേഴ്സാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന സംഭവങ്ങൾ കേട്ടോ. കൊച്ചു മാലകൾ ഇന്ന് ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്, മറന്നു പോയിട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതിലിട്ടേനത്. എല്ലാ കളറും വന്നിട്ടുണ്ട്. ഈ ഓവൽ ഷേപ്പിലുള്ള എല്ലാ കളറും, അതായത് നിങ്ങളിപ്പോൾ ഇത്തിരി നേരത്തെ സാൻഡ് സ്റ്റോൺ കണ്ടില്ലേ, അതിൻ്റെ തന്നെ എല്ലാ കളറും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ
അതായത് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ ഞാൻ ആ നമ്പറിൽ മെസ്സേജ് എന്താ പറയുക റിപ്ലൈ തരും. അതനുസരിച്ച് അത് ഞാൻ സേവ് ചെയ്ത് വെക്കും. സേവ് ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അവിടെ നിങ്ങളുടെ സ്റ്റാറ്റസ് മൊത്തം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നാളെ ഇങ്ങനത്തെ മാല വേണ്ടതെന്ന് വെച്ചാൽ ഇന്നലെ ആൻറ്റി പറഞ്ഞ ആ പല കളറുള്ള മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഫോട്ടോസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ആവശ്യമുള്ളത് കാര്യങ്ങൾ മാത്രം ചോദിച്ചോളൂ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കാണിച്ചു തരാൻ മടിയായിട്ടല്ല. എൻ്റെ ഫോണൊന്ന് ഹാങ്ങായി ഇന്നലെ. എനിക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്തൊരവസ്ഥയായി. എന്നിട്ട് പിന്നെ ഞാൻ ഇന്നലെ പുലർച്ചെ വരെ ഇരുന്നിട്ട് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്നിപ്പോൾ എനിക്ക് ആ ഫോൺ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എളുപ്പത്തിന് നിങ്ങളൊരു സംഭവം ചോദിക്കുമ്പോൾ ഞാൻ ആ ഫോൾഡർ അങ്ങനെ അയക്കും. നിങ്ങൾ കിട്ടിയവർക്കറിയാം, ഞാൻ ഒരു സംഭവം ചോദിക്കും, ഒരു സ്റ്റഡ് ചോദിക്കുമ്പോൾ ഞാൻ ആ ഫോൾഡർ അങ്ങനെ അയക്കുക ചെയ്യുക. കാരണം ആ സമയത്ത് നമുക്കത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. തിരിച്ച് നിങ്ങൾ ഇതുപോലെ എടുക്കുമ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആൻറ്റി എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ എളുപ്പമുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ ആവശ്യമുള്ള സംഭവങ്ങൾ ചോദിച്ചാൽ അത് ഞാൻ എന്തായാലും എത്തിക്കും. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 പേര് ഇതുപോലെ ഓരോന്ന് ചോദിച്ചു. ഞാൻ എല്ലാ സാധനങ്ങളും സെൻഡ് ചെയ്തു. പിന്നെ അവരുടെ ഒരു മറുപടിയും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സമയവും എൻ്റെ സമയവും വിലയേറിയ സമയമാണ്. അപ്പോൾ അത് മാക്സിമം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കുക. അത് ഞാൻ എന്തായാലും എന്നോട് ഡീൽ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ചോദിച്ച സാധനം കിടക്കുന്നതിന് മുമ്പ് മാക്സിമം നിങ്ങൾക്ക് എത്തിച്ചു തരാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയണു, നിങ്ങൾ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചു, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാട്ടോ, അല്ലെങ്കിൽ രാത്രി 8 മണി കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് 2:30 മുമ്പ് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ 2 മണിക്ക് മുമ്പ് മെസ്സേജ് ചെയ്യുമ്പോഴാണ് ഞാൻ അങ്ങനെ പറയുക. കാരണം എനിക്ക് സ്റ്റോക്ക് എടുക്കണ പാക്ക് ചെയ്യണ സമയമായിരിക്കും. അപ്പോൾ ഈ 2 മണിക്കും 8 മണിക്കുള്ളിൽ ഇടയിൽ ഇഷ്ടം പോലെ മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതാരോടാണ് ഇത് പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. കാരണം 10-50 മെസ്സേജ് മുകളിൽ വരുമ്പോൾ ഇതാരാന്ന് ഓർമ്മയുണ്ടാവില്ല. തിരിച്ചപ്പോൾ നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ എന്തായാലും നല്ല ഓർമ്മയുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ആവശ്യക്കാരെപ്പോഴും എന്നോട് സമീപിക്കാറുണ്ട് കേട്ടോ, അല്ലാത്തവരാണ് ഈ പണി ചെയ്യാറ്. അപ്പോൾ ഇത്ര സമയം കഴിയുമ്പോൾ ആൻറ്റി ഞാൻ പറഞ്ഞ സംഭവം മറന്നോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ അയച്ചു തരും. അല്ലെങ്കിൽ ഞാൻ പിന്നീട് ആവാമെന്ന് പറയും. വീണ്ടും ഒന്നും കൂടി ചോദിച്ചാലും ഒരു വിരോധവും ഇല്ല. കാരണം അതിലൊരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നലെ തന്നെ ഒരു കുട്ടി, ഞാൻ കാര്യം പറയില്ല, ഒരു സംഭവം വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാണ്ട്, എനിക്ക് തിരക്കിൻ്റെ ഇടയിലാണ്, എന്നാലും സാരില്ല എന്ന് വെച്ചിട്ട്, കാരണം അളന്ന് കൊടുക്കേണ്ട സംഭവം അളന്ന് കൊടുത്തു. ആ കുട്ടി ആ വഴിക്ക് പോയി. എൻ്റെ കുറേ സമയം പോയി എന്നല്ലാണ്ട് എനിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളോട് ഞാൻ പറയണം, നിങ്ങൾക്ക് ആവശ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ചോദിക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി വിടുക കേട്ടോ. കാരണം അതൊരു അപേക്ഷ എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സന്ധ്യ നേരമായി. അപ്പോൾ ഇന്ന് നമ്മുടെ പിള്ളേർച്ചിന് ഒരു പൂതി പിസ്സ വേണമെന്ന്. അപ്പോൾ നോയമ്പായതുകൊണ്ട് അവർക്ക് ചിക്കനൊക്കെ വളരെ കുറവാണ്. അവർക്ക് ഇഷ്ടമാണ് ചിക്കൻ, ഇതും കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിസ്സ വേണമെന്ന് പറഞ്ഞപ്പോൾ ഡിവൈൻ പിസ്സ ഓർഡർ ചെയ്തു. അത് കൊണ്ടുവന്നപ്പോൾ ചാക്കോച്ചൻ അപ്പം ചോദിക്കുമ്പോൾ കൊടുക്കാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര, ഇവരെ പിന്നെ ഞങ്ങൾ അധികം ഹോട്ടലിലൊന്നും കൊണ്ടുപോകണില്ലല്ലോ. അപ്പത്തിൻ്റേതായ ഒരു വിഷമം അവർക്ക് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 3 കൂടി അവരുടെ കാര്യങ്ങൾ നോക്കണം. അവർ എന്താ പറയുക, അവരുടെ ഫോണിലായാലും ടി വിയിലായാലും അവരവരുടെ കാര്യങ്ങൾ എൻഗേജ്ഡായിട്ടിരിക്കുക. അപ്പോൾ അപ്പാപ്പനാണ് അവരുടെ ഇടയിൽ ഇരിക്കുന്ന ആൾ കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ഓരോ സെക്ഷനിൽ ഓരോ പരിപാടികൾക്കായിട്ട് നീങ്ങി. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ഇതിലേക്ക് വന്നിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 24 മണിക്കൂറിൽ ഒരു 10 മണിക്കൂറും ഞാൻ ഇതിൻ്റെ കൂടെയാണ്, ഇതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ നമുക്ക് അത്രയും തിരക്ക് വരുമ്പോഴാണ് നമ്മൾ ഫുൾ ടൈം അവിടെ എൻഗേജ്ഡായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളിങ്ങനെ പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ളവർ മാത്രം ചോദിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എത്ര എണ്ണത്തിൻ്റെ വില ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് വില പറഞ്ഞു തരും. പക്ഷേ ഒരു സാധനം പറഞ്ഞിട്ട് ഇതിൻ്റെ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് പണി. അല്ലാണ്ട് ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ 50 എണ്ണത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താലും ഞാൻ അപ്പം വില പറയും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വേറെ കളറുണ്ടോ, അല്ലെങ്കിൽ എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും അല്ലാണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സമയം പോണത്. അപ്പോൾ അതാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് കാണിച്ചു തരാനോ പറഞ്ഞു തരാനോ യാതൊരു മടിയില്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഇരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഞാൻ ദേ എല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ പട്ടികൾക്കുള്ള ഭക്ഷണം കൊടുത്തു. ഫുൾ നനച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഇതിൽ മീനിടണം എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇത് എടുത്ത് അപ്പുറത്തുനിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. മറ്റേ 2 മീനുണ്ട് കേട്ടോ. നല്ലോണം പെറ്റി പെരുകി എന്ന് പറയില്ലേ, പാറ്റി എന്നാണ് പറയുക. പാറ്റീൻ്റെ നിറച്ച് കുട്ടികളും ഇതുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ പിള്ളേരുകൾ എൻ്റെ ചുറ്റുമാണ്. അവർക്ക് എന്താ പറയുക, ഞാൻ എപ്പം മുറ്റത്തിറങ്ങിയാലും പിന്നെ അവർക്ക് ഒപ്പം പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ പിന്നെ ഇടയിലുള്ള വാതിൽ ഞാൻ അടച്ചിട്ടിട്ട് ഇറങ്ങി, അല്ലെങ്കിൽ നമ്മുടെ ചാക്കോ ആദ്യം ഇറങ്ങും, പിന്നാലെ നമ്മുടെ പാച്ചു ഇറങ്ങും. ഇതാണ് നമ്മുടെ വറുത്ത നാരങ്ങ അച്ചാർ കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. അതായത് നാരങ്ങ നല്ലോണം നല്ലെണ്ണയിൽ നല്ലോണം മുക്കി, നാരങ്ങ കേട്ടോ, സോറി, മാങ്ങ അരിഞ്ഞിട്ട് നല്ലെണ്ണയിൽ നല്ലോണം മുക്കി പൊരിച്ച് നല്ലോണം ഡ്രൈ ആയിട്ട് മൊരിച്ചെടുത്തതിന് ശേഷം പൊടികൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ആ എണ്ണ അതിൽ ഒഴിക്കുക ചെയ്തേക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അതൊരു വശത്ത് ചെയ്തപ്പോൾ ഇങ്ങേ വശത്ത് ഡിംപിള് മുന്തിരി ജ്യൂസ് അടിച്ചു. മറ്റേ ജ്യൂസ് മുന്തിരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അടിച്ച് അത് അങ്ങോട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ദേ കുപ്പിയിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ കുട്ടികൾക്ക് നാളെ ആയാലും കൊടുക്കാമല്ലോ. അപ്പോൾ ഇഷ്ടമാണ് കുട്ടികൾക്ക്, ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തോമോന് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതേ രാത്രി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ മാങ്ങ കൊണ്ട് പലതരം അച്ചാർ ഇട്ടു. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര തരം അച്ചാറും ഉപ്പിലിട്ടത് ഇട്ടു എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ചാക്കോച്ചന് അപ്പയും കയറുകയാണ്. ഞങ്ങൾ കുറച്ചും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് കയറണുള്ളൂ എന്ന് പറയും. കാരണം ഞാൻ പറഞ്ഞില്ലേ സുഖമായിട്ട് ഉറങ്ങിയതാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ സമയത്ത് ഉറങ്ങി എണീറ്റ കാരണം അവൻ പതിവ് പോലെ ഒരു 9:30-10 കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അപ്പേനെയും മോനെയും മുകളിലിട്ടിട്ട് ഞങ്ങൾ വീണ്ടും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിരുന്നു. കാരണം കുറച്ച് അധികം ഓർഡേഴ്സുള്ള ഒരു പാക്ക് ഉണ്ടായിരുന്നു. അത് ഒന്ന് പാക്ക് ചെയ്ത് ഒന്ന് അയക്കണം. അപ്പോൾ നമ്മളിങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഡർ അനുസരിച്ച് നിങ്ങളിപ്പോൾ പുറത്തുള്ളവരോട് പറയേണ്ടതാണ് കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമ്മളത് പേ ചെയ്തതിന് ശേഷം നമ്മളത് പ്ലേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും. അത് മാറ്റി വെച്ച് നിങ്ങളുടെ പേരിലൊരു ബോക്സ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കും. പിന്നെ നിങ്ങൾ എത്ര മാസം കഴിഞ്ഞിട്ട് പറയുമ്പോഴും ആ സാധനം നമുക്കുണ്ടാവും. ഞാൻ ദേ എത്തിയിട്ടോ ആൻറ്റി നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ ആ അഡ്രസ്സ് തരുമ്പോൾ അതിലേക്ക് നേരെ അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഇതും വേണ്ട, സംഭവമൊക്കെ ഇവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ദേ റോബോട്ടിനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കപ്പാടിലാണ് ഡിവൈൻ. അപ്പോൾ ഡിവൈന് തല പൊന്തിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, തൊണ്ടയ്ക്ക് നല്ല അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അതിനുള്ള മെഡിസിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് അപ്പോൾ അതേ റോബോട്ടിനെ ഇറക്കി വിട്ടു. അപ്പോൾ ഡിംപിളും ഡാഡിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഡിവൈനെ ഇറക്കി വിട്ടതിന് ശേഷം ഡിവൈനും മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒരു ഫിലിമൊക്കെ കാണാമെന്ന്. പിന്നെ നോക്കിയപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നല്ലോണം ലേറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ ലേറ്റായി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നിൽക്കണ്ട, കുട്ടികളൊക്കെ എണീക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ പിന്നെ സിനിമയൊക്കെ നാളെ കാണാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി 11:30-12 ആയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവരൊക്കെ പോയതിന് ശേഷം റോബോട്ടിൻ്റെ പണികൾ കഴിഞ്ഞോട് കൂടിയിട്ട് ഇന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ പട്ടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് ഇട്ടപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ മറ്റേ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചവിട്ടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടതിന് ശേഷമാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇറങ്ങിയത്. അവരെ സംബന്ധിച്ച് പിന്നെ രാത്രി അവരൊക്കെ ഉറക്കമില്ല. ശരിക്കും പട്ടികൾ അങ്ങനെ തന്നെയാണ്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ വൈകിട്ട് പാലുകൂടിയും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചോറും പിന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ ഇറച്ചി കൊടുക്കുക. അപ്പോൾ അതങ്ങനെ കടിച്ച് മുറിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ രാത്രി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ കുര എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പകൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അവർക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ടൊരു 4:30-5 മണി വരെ സുഖം ഉറക്കമാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നില്ല അവർ എണീറ്റിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക കഴിക്കാനായിട്ട് അവർ എണീക്കാറില്ല കേട്ടോ. അങ്ങനെയാണ് അവരുടെ ഇവിടുത്തെ പട്ടികളുടെ ദിനചര്യ. അവർ പകൽ സുഖമായിട്ട് ഉറങ്ങും, രാത്രി അവർക്ക് ഉറക്കമേ ഇല്ല. എപ്പോൾ നോക്കിയാലും ഒരു ചെറുതായിട്ടൊരു കുരയും ബഹളവും കേൾക്കാം. അങ്ങനെ ദേ കിച്ചണിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫർണിച്ചർ കസേരയും ചവിട്ടിയൊക്കെ അതാത് സ്ഥാനങ്ങളിലിട്ടു. അപ്പുറത്തെത്തി മറ്റേ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ കൊപ്ര 2 ഉണ്ട്, ഇനി കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറികളും കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇന്ന് ഒരു കല്യാണ പാർട്ടിക്ക് കുറച്ച് ലക്ഷ്മിയുടെ വളകളാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 2-3 ടൈപ്പ് ലക്ഷ്മിയുടെ വള വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും ഇത് കൂടെ കിടന്നോട്ടെ, അപ്പോൾ നിങ്ങളിലും ആർക്കെങ്കിലും വേണമെങ്കിൽ ആവാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ കല്ലില്ലാത്തതും കല്ലുള്ളതും ഉണ്ട് കേട്ടോ. ഇത് ലക്ഷ്മി മാത്രമാണ്. ഇത് തന്നെ സീതാ സ്വയംവരം ഉണ്ട്. അതായത് രാമനും ലക്ഷ്മണനും
സീതയും കൂടിയിട്ടുള്ള സീതാ സ്വയംവരമുണ്ട്. പിന്നെ കല്ലില്ലാത്ത ലക്ഷ്മി, ഇത് പാലക്കയുടെ ലക്ഷ്മി. പിന്നെ എന്താ പറയുക, 2 അറ്റത്ത് മറ്റേ സ്പ്ലിറ്റായിട്ടുള്ള ലക്ഷ്മി. അങ്ങനെ കുറേ തരം ലക്ഷ്മി വളകൾ നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. ചിലർ കൃഷ്ണൻ്റെ വള ചോദിച്ചായിരുന്നു. ഒരു പാറ്റേൺ മാത്രം കൃഷ്ണൻ്റെ വളയുണ്ട്, ബാക്കിയൊക്കെ ലക്ഷ്മിയുടെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ഇത് കല്ലില്ലാത്തത്, ഞാൻ നേരത്തെ കല്ലുള്ളത് കാണിച്ചല്ലോ, ഇത് കല്ലില്ലാത്ത വളയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റാണ് കേട്ടോ. ഇത് ഇപ്പം പറഞ്ഞ പോലെ അതുപോലെയല്ല, അത് നല്ല പ്രിൻ്റൊക്കെ ഇങ്ങനെ എംബോസ് ചെയ്ത പോലെയാണ്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു തകിട് പോലെയുള്ളൂ, കനം കുറഞ്ഞ കാശാണ് ഇത് വരുന്നത്, ലക്ഷ്മിയുടെ കാശാണ് കേട്ടോ. മറ്റേതെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് കണ്ടാൽ വ്യത്യാസം മനസ്സിലാവും, ഭയങ്കര വ്യത്യാസമാണ്, ഭയങ്കര കനവും കൂടുതലാണ് മറ്റേത്. ഇത് സാധാരണ ഒരു വളയുടെ പോലെയുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ തരം ലക്ഷ്മികളുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് ഞാൻ പറഞ്ഞ സീതാ സ്വയംവരം, കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്മിയുടെ വള അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന നമ്പറിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ലക്ഷ്മിയുടെ വളയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫോൾഡറായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. ഇതും ഈ പറഞ്ഞ സ്പ്ലിറ്റാണ്, വെറും സിമ്പിളായിട്ടുള്ള ലക്ഷ്മിയുടെ വള. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഇടാവുന്ന തരം വളകളാണ് നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഓരോ സൈസിനനുസരിച്ചും ഈ നല്ലോണം വീതിയുള്ളത് കല്യാണത്തിന് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്, പിന്നെ സെറ്റ് മുണ്ടിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് ഈ വീതിയുള്ള ലക്ഷ്മിയുടെ വള കേട്ടോ. ഇതൊക്കെ സാധാരണ വളയാണ്, ഇതിനൊന്നും അധികം വിലയില്ല. ഇത് കൃഷ്ണൻ്റെ, ഞാൻ പറഞ്ഞില്ലേ ഒരു കൃഷ്ണൻ്റെ ഉണ്ടെന്ന്. ഇതാദ്യം കറുപ്പ് സ്റ്റോണിൽ ബ്ലാക്കും റൂബിയും കൂടി വന്നിരുന്നത്, അത് ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വരാണ്ട് ഇപ്പോൾ വൈറ്റ് സ്റ്റോൺസാണ്. വൈറ്റിന് അതിൻ്റേതായ ഭംഗിയുണ്ട്, പക്ഷേ മറ്റേത് ഭയങ്കര ഭംഗിയായിരുന്നു എന്ന് മാത്രം. കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡംബൽസിൻ്റെ വളയുണ്ടായിരുന്നു, അത് സ്റ്റോക്ക് വന്നിട്ടില്ല. കുറേ പേര് അതെന്താണാവും വിചാരിച്ചിട്ട് സ്റ്റോക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിക്കാത്തതും നിങ്ങൾ ഉള്ളപ്പോൾ ഞാൻ ഇല്ല എന്ന് പറയണത് കേട്ടോ. പിന്നെ നെറ്റ് ബാങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ള, ഇന്നും ഈ നെറ്റിൻ്റെ ബോളിൻ്റെ ചെയിൻ വാങ്ങിച്ചിട്ടുള്ളവരാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ ഒരെണ്ണം എങ്കിലും നെറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഐറ്റം പോകാറുണ്ട്. 6 പിടിയോ 10 പിടിയോ അല്ലെങ്കിൽ 3 തരം കനത്തിലും വരുന്നുണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയില്ല, ഞങ്ങൾക്ക് പേടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ പാച്ചു ഒന്ന് വീണ് കയ്യിൻ്റെ മുട്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. എന്നാലും പനിയും കാര്യങ്ങളൊന്നും അങ്ങോട്ട് വല്ലാണ്ടായില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ആവട്ടെ നാളെ ദിവസം. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് ഞാൻ നാളെ വരാം.